യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വചനം എന്നിട്ട് 39 ഇന്ന് പകലത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നമ്മൾ വായിക്കാൻ പോവുകയാണ്. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചോ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ഒന്ന് എന്റെ അടുക്കൽ പിതാവ് തന്നതെല്ലാം എന്റെ അടുക്കൽ എന്ത് ചെയ്യും? വരും. ആ എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല? തള്ളി കളയത്തില്ല. ഇനി 39-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ, ആ പിതാവ് എനിക്ക് തന്നത് ഒന്നും, ആ ഒന്നും ഞാൻ തള്ളിക്കളയത്തില്ല. അപ്പൊ തന്നെ പറയുന്നു, തന്നതൊന്നും തള്ളിക്കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. ഹല്ലേലൂയ. ഇത് യേശു കർത്താവ് ഒരു കടൽക്കരയിൽ നിന്ന് പറയുന്ന ചില വചനങ്ങളാണ്. ഈ കടൽക്കരയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. ബൈബിൾ പരിശോധിക്കുമ്പോൾ യേശു തനിയെ മലയിൽ പോയി പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാര് യാത്രയിലാണ്. കർത്താവ് പറഞ്ഞ് അവർ മരുകറയിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് പടകെടുത്തുകൊണ്ട് പോവുകയാണ്. ആ യാത്രയിൽ ആരില്ല? യേശു കൂടില്ല. പക്ഷേ അതിന്റെ 6:17 തൊട്ടൊന്ന് വായിച്ചേ. 17 തൊട്ടൊന്ന് വാക്യം വായിച്ചേ. ഇരുട്ടായ ശേഷം 6:17 സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടകു കയറി കടലക്കരെ കബർദഹൂമിൽ യാത്രയായി. 17 ഇരുട്ടായ ശേഷം യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. ഇരുട്ടായ ഒരു അനുഭവം. ശിഷ്യന്മാർ ഇപ്പോൾ എവിടാണ്? യാത്രയിലാണ്. യേശു അവരുടെ അടുക്ക് എന്ത് ചെയ്തില്ല? വന്നിരുന്നില്ല. ഇതുപോലെ നമ്മുടെ ജീവിതയാത്രയിലെ ചില അനുഭവം കാണും. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നില്ല, കർത്താവ് കൂടില്ലയോ എന്ന് തോന്നുന്ന ചില ഇരുട്ടിന്റെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല മണ്ഡലങ്ങളിൽ ഉണ്ടാകാം. അപ്പൊ പടക് കയറി യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു എന്തില്ല? അപ്പൊ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വന്നോളാം. പക്ഷെ ഇവര് യാത്രയായി, യേശുവിനെ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. ഇതുപോലെ കർത്താവ് നമ്മളെ വിളിച്ചിറക്കി ജീവിതയാത്ര തുടങ്ങി. പലപ്പോഴും നമ്മൾ നോക്കുമ്പോ ചില ഇരുട്ടിൽ കർത്താവിനെ ഇരുട്ടാവുമെങ്കിലും കർത്താവ് വരുമെന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ കർത്താവിനെ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. അടുത്തത് കൊടുങ്കാറ്റ് അടിക്കിയാൽ കടൽ കോപിച്ചു. കൊടുങ്കാറ്റടിക്കിയാൽ കടൽ എന്ത് ചെയ്തു? പക്ഷെ ഈ സമയത്ത് ഒരു സംഭവം, ഇരുട്ടായി. അത് മാത്രമല്ല, ശക്തമേറിയ കൊടുങ്കാറ്റ് പടകിന്റെ നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടൽമേൽ നടന്നു. ഇവരാൽ ചെയ്യുന്ന പരിശ്രമം മുഴുവൻ ചെയ്തു. പടകിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം, കൊടുങ്കാറ്റ്. പക്ഷേ ഇവര് നോക്കാൻ നേരത്തെ ഒരു സംഭവം സംഭവിക്കുന്നത്. എന്തോ സംഭവിക്കുന്നത്? അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം 4-5 നാഴിക അവരാൽ പരിശ്രമം എല്ലാം ചെയ്തതിനു ശേഷം അപ്പോഴും ഇരുട്ടായി, യേശുവിനെ കാണുന്നില്ല. യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു. പക്ഷെ അവര് നോക്കുമ്പോ ഒരു കാഴ്ച കാണുകയാണ്. ഒരാള് നടന്ന് വരുന്നത്, യേശുവാ, നടന്ന് പടകിനോട് അടുത്തു വരുന്നത്. ഹല്ലേലൂയ. ഇവരാദ്യം കണ്ടു പേടിച്ചു. അടുത്തത് അവൻ അവരോട് ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. യേശു അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു ഭൂതമായിട്ടോ വേറെ ഒന്നുമായിട്ടും നിങ്ങൾ കാണണ്ട, ഇത് ഞാനാകുന്നു, ഭയപ്പെടണ്ട. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഇരുട്ടിന്റെ മണ്ഡലങ്ങളിൽ ഏത് അനുഭവമായിക്കോട്ടെ, നീ കർത്താവ് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചെങ്കിൽ, ഇരുട്ടിന്റെ അനുഭവം കണ്ടാലും തകർക്കുന്ന കൊടുങ്കാറ്റ് കണ്ടാലും വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, ഏത് ഇരുട്ടിലും ഏത് കൊടുങ്കാറ്റിന്റെ അകത്തും ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ദൈവത്തെയാ നാം സേവിക്കുന്നത്. ഇപ്പൊ വരുമെന്ന് നീ പ്രതീക്ഷിച്ച സമയത്ത് നീ കർത്താവിനെ കണ്ടില്ലേലും നീ ഭാരപ്പെടണ്ട. നീ ചിന്തിച്ചു ഈ നിമിഷം ഇറങ്ങി വരുമെന്നോ, അല്ല ഇന്ന പ്രതിസന്ധിക്ക് മുമ്പ് വിടുമെന്ന്. പക്ഷെ ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു, നീ പ്രതീക്ഷിച്ച ചില മണ്ഡലങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് നീ കണ്ടില്ലായാലോ, നീ തണ്ടു വളഞ്ഞിട്ടുണ്ടെങ്കിലോ വിശ്വസിക്കുക, ഭയപ്പെടണ്ട. കർത്താവ് വരുന്നൊരു സമയമുണ്ട്.
ഇന്ന് പകൽ വിശ്വസിക്ക്. ഇന്ന് പകൽ ചിലതിനെ തൊട്ട് ദൈവാത്മാവ് ഇന്ന് പകൽ സംസാരിക്കുകയാണ്. കഴിഞ്ഞ നാളിൽ നീ പ്രാർത്ഥിച്ചു, കഴിഞ്ഞ നാളിൽ നീ ആഗ്രഹിച്ചു, പക്ഷെ ഒരു ചലനവും കണ്ടില്ല, ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ കണ്ടില്ല, കർത്താവ് നിന്റെ കൂടാരത്തിൽ ഇറങ്ങുന്നത് കണ്ടില്ല. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. കർത്താവ് എന്താ പറഞ്ഞത്? അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക അവർ പോകുന്ന ദേശത്തെ എത്തിപ്പോയി. ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ. യേശു വന്നപ്പോ പടകിൽ കയറ്റാൻ എന്ത് ചെയ്തു? അവര് ഇച്ഛിച്ചു, അനുവദിച്ചു കൊടുത്തു. ആടി ഒലഞ്ഞത് മറുകരയിലെത്തി. ഇന്ന് പകൽ ഒരു ദൂത് പറയാം. കർത്താവ് ഇറങ്ങി വരും ചില സമയത്ത്. എന്നാലും ആ വിടുതലിന്റെ പൂർത്തീകരണം വരണമെങ്കിൽ ഇറങ്ങി വന്നവനെ നമ്മളൊന്ന് അനുവദിച്ചോളൂ. അനുവദിക്കുമ്പോഴാണ് ആടി ഉലഞ്ഞത് നിന്ന് മറുകരയിലെത്തുന്നത്. ഇന്ന് പകൽ മീറ്റിംഗിൽ ആരാധിക്കുമ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് നമ്മെ തൊടുന്ന അനുഭവം ദൈവം ഇറങ്ങി വരികയാണ്. പക്ഷെ നമ്മളൊന്ന് അനുവദിച്ചു കൊടുത്താൽ, ഞാൻ ഇന്നൊരു ദൂതായിട്ടാ പറയുന്നത്, പ്രവചന ശബ്ദം പോലെ പറയുന്നു, ഈ കഴിഞ്ഞ നാളുകളിൽ ആടി ഉലഞ്ഞ ചില വിഷയങ്ങൾ മോനെ 19 ഒന്ന് കാണിച്ചേ. 19 പരിശുദ്ധം അവിടെ നിന്നുകൊണ്ട് വീണ്ടും ഒരു ദൂത് പറയാം. ഹല്ലേലൂയ. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം കഴിഞ്ഞ 4-5 മാസമായിട്ട് ചിലത് വലഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൂത് പറയുന്നു, ആ 4-5 നാഴികയ്ക്ക് അപ്പുറത്ത് എന്റെ ദൈവം ഇറങ്ങി വരുമെങ്കിൽ ഈ 5-ാം മാസത്തിൽ ചിലതിനോടൊരു ദൂത് പറയുകയാണ്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നിനക്കെതിരെ അടിച്ച കൊടുങ്കാറ്റുകളെ നിർത്താനായി, നിന്റെ ജീവിത പടകിനെ ആഞ്ഞുലച്ച ചില പ്രതിസന്ധികൾക്ക് സ്റ്റോപ്പ് വരാനായി എന്റെ ദൈവം ഇറങ്ങി വരും. അവൻ ഇറങ്ങി വരും. ഇന്ന് പകൽ ചില ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി. എന്റെ കർത്താവ് ഇറങ്ങി വരുമ്പോ നാം ഒന്ന് അനുവദിച്ചു കൊടുത്താൽ മതി. അനുവദിച്ചു കൊടുത്താൽ ഈ 4-5 നാഴിയാട്ട് നടക്കാത്ത കാര്യം അവൻ ചിലതിനെ പടകിൽ തീരത്തെത്തിക്കും. ഇതൊരു ഭയങ്കര പ്രവചന ശബ്ദമാണ്. എവിടെയൊക്കെയോ കർത്താവ് പറയുന്നു, ഇന്ന് പകൽ നീ അനുവദിച്ചു കൊടുക്ക. ഈ ദൈവ സാന്നിധ്യം ദൈവം ഇറങ്ങിയാണ്. ആത്മാവിന്റെ ദൂതിനെ ഏറ്റെടുത്തു. ഇന്ന് പകൽ ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടട്ടെ. എന്റെ കർത്താവ് ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. കർത്താവ് ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. ശക്തമായി ദൈവം പറയുന്നു, കർത്താവ് ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. Yes, receive it. ഇന്ന് പകൽ ഈ ആത്മാവിൽ ഈ മകളെ തൊരട്ടെ. ഇന്ന് പകൽ ഒന്ന് അനുവദിച്ചേ സഹോദരന്മാരെ ഒന്ന് അനുവദിച്ചേ. ഇന്ന് കർത്താവേ എന്റെ ജീവിതത്തിൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിച്ചാൽ ഒന്ന് അനുവദിച്ചു കൊടുത്താൽ ദൈവം ഇറങ്ങുമ്പോ ചില പടകുകൾ തീരത്തെത്തുന്ന പോലെ യേശു വന്നിട്ടുണ്ട് നിന്റെ അവസ്ഥയെ മാറ്റാൻ. ഇന്ന് പകൽ 4-5 പ്രാവശ്യം 4-5 മണ്ഡലങ്ങളായി നീ തണ്ടു വലഞ്ഞെങ്കിൽ ഈ 4-5 മാസമായി നീ വലഞ്ഞ ചില വിഷയത്തിന്റെ അകത്ത്, അല്ലെങ്കിൽ 4-5 വർഷമായി നീ വലഞ്ഞ ചില വിഷയത്തിന്റെ അകത്ത് ഇന്ന് പകൽ കർത്താവ് ഇറങ്ങി വരുമ്പോ നീ ഒന്ന് അനുവദിച്ചു കൊടുത്താൽ നിന്റെ ആടി ഉലയുന്ന പടകിനെ ഒരു തീരത്തെത്തിക്കുന്നയോ. യേശു
യേശു വന്നിട്ടുണ്ട് അവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. ഹല്ലേലൂയ. കർത്താവ് ചിലതിനെ തൊട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പടക്, ആടി ഉലഞ്ഞ പടക്, ഇരുട്ടത്ത് തകരുമെന്ന് ചിന്തിച്ച പടകിനെ കർത്താവ് ഒരു തീരത്തെത്തിച്ചു. ദൈവം ഇറങ്ങി വരുമ്പോ ദൈവം ഇറങ്ങി വരുമ്പോ നാം അനുവദിക്കണം. ഈ മീറ്റിംഗിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോ, ഇന്നിപ്പോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്, ഇന്ന് ചിലരെ തൊടാൻ ഇറങ്ങി വരുക, ചിലരൊന്ന് കേറി അനുവദിക്കാൻ പോവാ. പലപ്പോഴും നമ്മൾ ഇറങ്ങി വരുന്ന കാണുന്നുണ്ട്, പക്ഷെ അനുവദിക്കാത്തോണ്ട് വിടുതൽ കിട്ടുന്നില്ല. അവർ ഇറങ്ങി വരുന്നു, കർത്താവ് ഭയപ്പെടണ്ട ഇത് ഞാനാന്ന് പറഞ്ഞു, പക്ഷെ അടുത്ത സെക്കൻഡ് അവരുടെ ഇച്ഛ മൊത്തം അവൻ ഈ പടകിന്റെ അകത്തേക്ക് കയറണം. കർത്താവ് പടകിന്റെ അകത്തേക്ക് കയറി ശാന്തമാകേണ്ടത് ശാന്തമായി, എത്തേണ്ട തീരത്തെത്തി. അങ്ങനെ എത്തിയപ്പോ ജനം വന്ന് ചോദിച്ചു, കർത്താവ് നീ എവിടായിരുന്നു? അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങളെ 5 അപ്പവും 5000 പോഷിപ്പിക്കുന്നൊക്കെ കണ്ടിട്ടാ എന്റെ പിന്നാലെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നശിച്ചു പോകാത്തൊരു ആഹാരത്തിനായി, നിത്യജീവനായി പ്രവർത്തിപ്പീൻ, വാഞ്ചിപ്പീൻ, ആഗ്രഹിപ്പീൻ. നമുക്ക് 2 ഫുഡ് വേണം, പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തിന്. ഒന്ന് ഫിസിക്കലായ ഒരു ഫുഡ് നമുക്ക് വേണം, അത് വേണം, നമ്മുടെ ശരീരത്തിന് ബലത്തിനും ആരോഗ്യത്തിനും നമ്മൾ നിൽക്കാൻ അത് വേണം. പക്ഷെ അടുത്തൊരു ഫുഡ് വേണം, അകത്തൊരു മനുഷ്യനുണ്ട്, അകത്തെ മനുഷ്യൻ, അതിന്റെ ആഹാരം. ഇപ്പൊ നിങ്ങൾ എന്തോ ചെയ്യുന്നത് അറിയാമോ? അകത്തെ മനുഷ്യന്റെ ആഹാരം കഴിക്കുക. ഇനി 1 മണി കഴിഞ്ഞോ 1:30 കഴിഞ്ഞോ 2 മണിയോ അല്ലെങ്കിൽ 2:30 നിങ്ങൾ കഴിക്കുന്ന സമയത്ത് വീട്ടിൽ പോയി കഴിക്കുമ്പോൾ പുറത്തെ ബോഡിക്കുള്ളതാണ് കൊടുക്കുന്നത്. 2 നമുക്ക് വേണം. പക്ഷേ പുറത്തെ ബോഡി ശരീരത്തിന് കൊടുക്കുന്ന ആഹാരം 80, 90, 100 വയസ്സ് വരെ മാക്സിമം, അല്ലെങ്കിൽ 110. ഇനി ആരെങ്കിലും കുറച്ചുകൂടെ പ്രാർത്ഥിക്കുന്നേ കുറച്ചുകൂടെ അങ്ങ് പ്രാർത്ഥിച്ചു 120 വേണ്ടേ? ആർക്കും കുറച്ചുപേര് പ്രാർത്ഥിക്കുന്നുണ്ട്, കുറച്ചുപേർക്ക് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല അവസ്ഥ. എത്ര ആയിക്കോട്ടെ, അത് അത്രേ ഉള്ളൂ. പക്ഷെ അകത്തതിന്റെ ഗുണം ഈ ഭൂമിയിലും അപ്പുറത്ത് യുഗായുഗം നിത്യതയിലും പ്രയോജനമുള്ളതാ. നശിച്ചു പോകാത്ത ആഹാരത്തിന് എന്ത് ചെയ്യണം? മറ്റേ നശിക്കും, കുറച്ച് കഴിയുമ്പോൾ ദഹിക്കും, ചില ദഹിക്കത്തില്ല, എന്തോ ആയിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മറുപുറയിൽ പോവും, എല്ലാം നടക്കും. പക്ഷെ ഈ അകത്ത് വീണ നിത്യജീവന്റെ വചനം, ഈ ആഹാരം, ഇത് കിടന്ന് വർക്ക് ചെയ്യും. നിങ്ങൾ ഇന്നിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നു, കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് ടോയ്ലറ്റിൽ പോയി, ഉച്ച കഴിയുമ്പോൾ ആയിട്ട് തരുമ്പോൾ അതിന്റെ പരിപാടി കഴിഞ്ഞു, അല്ലെ ദഹിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ വീണ ഒരു വിത്തിന്റെ ഗുണം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. അതിന് 15 വർഷം കഴിഞ്ഞാലും വീണ വിത്തിന്റെ റിസൾട്ട് വെളിപ്പെടും. അതാ ഇന്ന് പകൽ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തേണ്ട ഗുണം. അത് പറഞ്ഞ് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ഇന്നത്തെ ദൂതിലേക്ക് വരുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ട് 35 വന്നേ, 35-ാമത്തെ വചനം. യേശു അവരോട് പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ ആരാണ്? ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ജീവന്റെ അപ്പം. നിങ്ങൾ 5 അപ്പവും 7 അപ്പവും 5000 10,000 പോഷിപ്പിച്ച് നിങ്ങൾ കണ്ടു. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഞാൻ തന്നെ ആരാ? ജീവൻ തരുന്ന അപ്പമാകും. അടുത്ത്, എന്റെ അടുക്കൽ വരുന്നവന്, ഒരുത്തൻ എന്റെ അടുക്കൽ വന്നാൽ വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. കർത്താവ് കം ആൻഡ് ബിലീവ്, എന്റെ അടുത്തേക്ക് വരിക, നീ വിശ്വസിക്കുക. ഉറക്കെ പറ, അടുത്ത് വരിക, വിശ്വസിക്കുക. ഞാൻ ജീവന്റെ അപ്പം. എന്റെ അടുക്കൽ വരുന്നവൻ എന്തില്ല? ഒന്നാമത്തെ പോയിന്റ്, കർത്താവിന്റെ അടുക്കലേക്ക് വരിക. അവൻ എന്ത് ചെയ്യത്തില്ല? വിശക്കത്തില്ല.
എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാള്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിലനിൽക്കാൻ വേണ്ടതാണ്, ഫിസിക്കലി വേണ്ടതാണ് വെള്ളവും ആഹാരവും, രണ്ടും വേണം. ഇത് തന്നെ കർത്താവ് പറയുന്നത്, നിന്റെ ജീവിതത്തിന് വേണ്ടത് തരാൻ ഞാൻ ജീവന്റെ അപ്പം, ലോകത്തിന്റെ അല്ല, ജീവനില്ലാത്ത അപ്പം അല്ല, ജീവന്റെ അപ്പം എന്റെ അടുക്കൽ വന്ന് എന്നിൽ വിശ്വസിക്കുന്നവന് വേണ്ട ആഹാരവും വെള്ളവും കിട്ടിയിരിക്കും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, എന്റെ അടുക്കലേക്ക് വരണം. കം ആൻഡ് ബിലീവ്. അറ്റ് എനി ടൈം, ഏത് സമയത്തും നിനക്ക് കർത്താവിന്റെ അടുത്തേക്ക് വരാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ അടുത്തേക്ക് വരാൻ ഒരു കൊതി നമുക്കുണ്ടായിരിക്കും. വിശപ്പുണ്ടോ? ദാഹമുണ്ടോ? എവിടെങ്കിലും ശൂന്യത അനുഭവിക്കുന്നുണ്ടോ? എല്ലാ നന്മകളും ഉണ്ടായിട്ടും ഒരു ശൂന്യത അനുഭവിക്കുന്നുണ്ടോ? മനസ്സിന് സന്തോഷം വരുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടും 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ശൂന്യതയിലാണോ? അതിന്റെ അർത്ഥം നമുക്ക് ഓരോരുത്തർക്ക് അത്യാവശ്യമായി കർത്താവിന്ന് കഴിക്കണം, കർത്താവിന്ന് കുടിക്കണം. കർത്താവിന്റെ അടുത്തേക്ക് വരുവിൻ. അവൻ എന്റെ അടുക്കൽ വരുന്നവൻ എന്ത് ചെയ്യത്തില്ല. എന്നിട്ടാണ് 37-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. പിതാവ് കൽപ്പിച്ചതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. രണ്ട് ദൂത പറയുന്നത്, എന്റെ അടുക്കൽ വന്നാൽ അവൻ വിശക്കത്തില്ല, ദാഹിക്കത്തില്ല. ഒരു കാര്യം കൂടെ കേറ്റി പറയാം, അവനെ ഉലകത്തിൽ ആരൊക്കെ എതിരിരുന്നാലും ഞാൻ അവനെ റിജക്റ്റ് ചെയ്യത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഇന്ന് പകൽ കർത്താവിന്റെ അടുത്തേക്ക് വരുന്നവനൊരു ദൂത് പറയാം, നീ വിശക്കത്തില്ല, നീ ദാഹിക്കത്തില്ല, നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഇന്ന് പകൽ ഏത് സാഹചര്യം ആയിക്കോട്ടെ, ഏത് അനുഭവങ്ങളായിക്കോട്ടെ, ലോകം മൊത്തം തള്ളിയവനായിക്കോട്ടെ, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വരുന്നവനെ എന്റെ ദൈവം ഒരു നാൾ തള്ളിക്കളയത്തില്ല, എന്റെ ദൈവം ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഇന്ന് കർത്താവിന്റെ അടുത്ത് വരുന്നതിന് ഒരു ദൂത് പറയാം. ഇന്ന് ദൈവം ബൈബിൾ റീഡ് കഴിഞ്ഞ ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവനെ ആ വാക്കിൽ ഒന്നുകൂടെ ഉറപ്പിച്ചു. അപ്പൊ രണ്ടുപേരിൽ ഉറപ്പിക്കുമ്പോൾ ദൂത് കറക്റ്റാണ്. ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നവന് കിട്ടുന്നൊരു പ്രയോജനം എന്താണ്? നമ്മൾ വായിച്ച 103-ാം സങ്കീർത്തനം എടുത്തേ, അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ യൗവനം 103:5. യെസ്, കറക്റ്റ്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. കർത്താവിന്റെ അടുക്കൽ വരുന്നവനോടൊരു ദൂത് പറയാം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുത്തവണ്ണം നിന്റെ വായ്ക്ക് അവൻ എന്ത് ചെയ്യും? വേറെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നു, നിന്റെ വർഷങ്ങൾക്ക്, നിന്റെ കമ്മിങ് ഇയേഴ്സിന് നന്മ കൊണ്ട് ദൈവം തൃപ്തി വരുത്തും. ലോകത്തിലെ ഒന്നിനെ നമുക്ക് തൃപ്തി വരുത്താൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ലോകത്തിന്റെ സാറ്റിസ്ഫൈ, തൃപ്തി നമുക്ക് വരുത്താൻ പറ്റത്തില്ല. ഇപ്പൊ നല്ല ഉടുപ്പ് വാങ്ങിച്ചു, ഭയങ്കര സന്തോഷം, നല്ല ഉടുപ്പ് വാങ്ങിച്ചു. ഒരു കഴുകി കഴിയുമ്പോ ആ ഉടുപ്പിനോടുള്ള സ്നേഹം എന്ത് ചെയ്യും? നല്ലൊരു മൊബൈൽ വാങ്ങിച്ചു, ആഗ്രഹിച്ചു വാങ്ങിച്ചു, ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം ഉപയോഗിച്ചാൽ 3 ദിവസം ഉപയോഗിച്ചാൽ, അല്ലെ ഒരാഴ്ച ഉപയോഗിച്ചു, അത് കഴിയുമ്പോ അതെന്ത് ചെയ്യും? കുറച്ചു ഇച്ചിരി കൂടെ നന്നായി കിട്ടും. വണ്ടി വാങ്ങിച്ചു, കാര്യം വാങ്ങിച്ചു, എന്ത് വാങ്ങിച്ചു, ആഹാരം കഴിച്ചു, ആദ്യം നമ്മൾ ടൂറ് പോയി, എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു എന്തുണ്ട്, പരിധി. സാറ്റിസ്ഫൈഡ് ആക്കാൻ നമ്മളെ പറ്റത്തില്ല. മനുഷ്യൻ അങ്ങനെ, മനുഷ്യന് തോന്നാം. പക്ഷേ കർത്താവിന്റെ വചനം, നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുത്തും. അതെന്തെന്നറിയാം? അതെങ്ങനെയാവുന്ന നിന്റെ യൗവന കഴുകനെ പോലെ പുതുകി വരത്തക്ക. കർത്താവിന്റെ അടുക്കൽ വരുന്നവനുള്ള ദൂത. കർത്താവിന്റെ അടുക്കൽ വരുന്നവൻ വിശക്കത്തില്ല, ദാഹിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. എന്താ കഴുകന്റെ പ്രത്യേകത എന്നറിയാമോ? എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? നോർമലി ഒരു നല്ല പ്രായത്തിൽ ജീവിക്കുക, നല്ല ഏജ്ഡ് ആയിട്ട് കഴുകന്മാരുടെ ഇത് വരത്തുള്ളൂ. ചില ചരിത്രം പറയുന്നു 90-100 വർഷം വരെയൊക്കെ ഒരു കഴുകൻ ജീവിക്കും. 90-100 വർഷമൊക്കെ ജീവിക്കാം, അതിന്റെ ഓരോ ഇതനുസരിച്ച്. പക്ഷേ ഒരു 30-40 വയസ്സാകുമ്പോൾ ആ ഒരു വർഷം, ആ പീരീഡ്, ചിലതിന് 15, ചില 20 കഴിയുമ്പോൾ ഈ പഴയതുപോലെ പറക്കാൻ പറ്റത്തില്ല. കഴുകൻ ഉയരങ്ങളിൽ പറക്കുന്ന, കഴുകന്റെ പ്രത്യേകത ഞാൻ കാറ്റ് വീശി, 2 പ്രയോജനം. ഒന്ന്, എല്ലാത്തിനും മീതെ പറക്കും. ആ മീതെ പറക്കുന്നിടത്ത് എന്തില്ലെന്നറിയാമോ? മറ്റ് പക്ഷികളില്ല.
ആത്മാവിൽ കയറിയാൽ ഈ താരെ വരുന്നൊന്നും നമുക്ക് വിഷയം ഉണ്ടാകത്തില്ല. കഴുകൻ എല്ലാത്തിനും മീതെ പറക്കും. അപ്പൊ സാധാ കിളികളും പരിപാടിയൊന്നും അതിന് എഫക്റ്റ് ആകത്തില്ല. കാരണം അത് ആയിരക്കണക്കിന് ഫീറ്റ് ഹൈറ്റിൽ, വേണമെങ്കിൽ 10,000 വരെ ഫീറ്റിൽ ഹൈറ്റിൽ പറന്നുയരാൻ പറ്റുന്നതാണ്. ആ ലെവലിൽ വേറെ പക്ഷികളില്ല. ഈ താന്ന് പറക്കുമ്പോഴാണ് കുരുവിയും കാക്കയും മറ്റേതെല്ലാം പ്രശ്നം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആത്മീയത്തിൽ ഇങ്ങനെ താന്നു പോകുമ്പോഴാണ് എല്ലാം നമുക്ക് വിഷയം. അതുപോലെ കഴുകന്റെ പ്രത്യേകത, കാറ്റ് അതിന് വിഷയമല്ല. കാരണം കാറ്റും മഴയും വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, 99% കിളികളും നമ്മുടെ വീടിന്റെ ചുറ്റും, നമ്മുടെ പരിചയപ്പുറത്തും, നമ്മുടെ അടുത്തും എവിടൊക്കെ മഴ പെയ്യാതിരിക്കാൻ പറ്റുമോ അവിടെ എല്ലാം കയറി ഒളിക്കും. പക്ഷെ കഴുകന് കാറ്റും മഴയും വിഷയമല്ല. അവൻ ആ കാറ്റ് വരുമ്പോ കാറ്റിനെതിരെ ചിറക് വിടത്തി അങ്ങോട്ട് വെക്കും. ആ കാറ്റ് കൊണ്ട് ഇതിനെ ഹൈറ്റിൽ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ അങ്ങനെ പോകുന്നതാണ് കഴുകൻ. ഈ 30-40 വയസ്സാകുമ്പോ അതിന് പറക്കാൻ പറ്റത്തില്ല. വേണ്ട വിധത്തിൽ ചില ചിറകിന്നൊക്കെ ഈ തുകലുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങും, അതിന്റെ പൂടകളൊക്കെ ഇറങ്ങാൻ തുടങ്ങും. ഇതാകുമ്പോ ഇതിന് മനസ്സിലാവും, ഈ പോക്ക് പോയാൽ ഞാൻ അധികം നാൾ പറക്കാൻ പറ്റത്തില്ല. കഴുകൻ എന്ത് ചെയ്തു? നല്ല ഉയർന്ന പാറ സ്ഥലത്തിൽ, ഉയർന്ന കീക്കാന്തൂരായ പാറയുടെ ഇടുക്കിൽ ഉന്നതമായ ഹൈറ്റിൽ പോയി കഴുകൻ നീണ്ട 3 to 5 മാസം അവിടെ ഇരിക്കും. എന്നിട്ട് തന്റെ ചുണ്ടുകൊണ്ട് ബാക്കി പൂടകളെല്ലാം കൊത്തി 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 പറിച്ചു കളയും. പറിച്ചു കളഞ്ഞ് നമ്മൾ പറഞ്ഞൊരു സ്കിൻ, നമ്മള് ഒരു കോഴിയെ ഡ്രസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതേപോലെ എല്ലാം പറിച്ചു കളഞ്ഞ് 3 to 5 മാസം ഹല്ലേലൂയ ആ പാറയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഹൈറ്റായ സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുമ്പോൾ ചില മാസങ്ങൾ കഴിയുമ്പോൾ പുതിയ സ്കിന്നിന്റെ അനുഭവങ്ങൾ വരാൻ തുടങ്ങും. വീണ്ടും അതിന്റെ പൂടകൾ കിളിച്ചു വരാൻ തുടങ്ങും. അങ്ങനെ ഒരു 5 മാസം കഴിയുമ്പോൾ കഴിഞ്ഞ നാളിനേക്കാൾ അപ്പുറമായിട്ട് അതിന് വീണ്ടും പറന്നുയരാൻ പറ്റും. ഇത് തന്നെയാണ് ദൂത് പറയുന്നത്. നീ കർത്താവിന്റെ അടുത്തേക്ക് വരാൻ. അതാ വചനം പറയുന്നത് യെശയ്യാവ് 40:31. ഹല്ലേലൂയ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ആരാ? ദൈവത്തിന്റെ അടുക്കൽ വന്ന് ദൈവത്തിനായി കാത്തിരിക്കുന്നവർ ദൂത് പറയുന്നു, കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരും. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കും. ഇന്ന് നീ പറയാൻ ദൂത് പറയാൻ പറ്റും. ചിലരോട് ഇന്ന് ദൈവം ചിലരില്ല, ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് അതിന്, സൂപ്പർ ചാർജ്ഡ്. ദൈവം വീണ്ടും നിന്നെ ആ മൊബൈലിന്റെ ചാർജ് ഒക്കെ പോകുമ്പോ പെട്ടെന്ന് കയറ്റുന്ന സൂപ്പർ ചാർജർ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ചിലതിനെ വീണ്ടും ഒരു സൂപ്പർ ചാർജ് ചെയ്യാൻ പോവുക. യെസ് 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 വിശ്വാസത്തിൽ വന്നു ഇത്രയും നാളായി, പക്ഷെ ചിലതിനോട് പറയുന്നു ഇന്ന് ഒരു സൂപ്പർ ചാർജ്, ഒരു സൂപ്പർ ചാർജ് വീണ്ടും നിന്നെ ഓടിക്കാൻ. ഈ ദിവസങ്ങളിൽ കർത്താവേ നിന്റെ ദാസൻ തന്റെ മകന്റെ മേൽ ഒരു സൂപ്പർ ചാർജ് പോലെ ആത്മാവി വീണ്ടും കുതിക്കാൻ. വാക്ക് പറയുന്നു, കഴുകനെ പോലെ, കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരുന്ന പോലെ. ഈ ദിവസങ്ങളിൽ കാത്തിരുന്നു ഒരു ദൈവത്തിന്റെ അധിക കൃപയോടെ പലതും ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ മുന്നോട്ടോടുന്ന ഒരു സൂപ്പർ ചാർജ്, ഒരു അഭിഷേകത്തിന്റെ നിറവ് ഇന്ന് പകൽ മുതൽ. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരു സൂപ്പർ ചാർജ് വീണ്ടും ഈ ദിവസങ്ങളിൽ ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ ഓ വീണ്ടും ചിലതിനെ ചാർജ് ചെയ്യുക. നിന്റെ യൗവന കഴുകനെ പോലെ പുതുകി വരുത്തക്കവണ്ണം. അല്പം മിനിറ്റുകൾ കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിച്ചോ. ചിലതിനെ വീണ്ടും സൂപ്പർ ചാർജ് ആക്കാൻ പോകുക. വീണ്ടും നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുത്തക്കവണ്ണം നിന്റെ വായിക്കും നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ചില നന്മകൾ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം
ഇന്ന് പകൽ ഒരു മിനിറ്റ് ഒന്ന് കരമുയർത്തിയ, കരമുയർത്താൻ പറ്റുന്നവരെന്ന് കരമുയർത്തിയ, എന്നിട്ട് പറ, കർത്താവേ, വീണ്ടും കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണേ. യഹോവയെ കാത്തിരിക്കുന്ന കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വരുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് വീണ്ടും ഒന്ന് ചാർജ് ചെയ്ത് ദൈവം ഓടിക്കാൻ പോവാ. ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച കർത്താവ്, അങ്ങനെ എന്നെ വീണ്ടും ഒന്ന് ചാർജ് ചെയ്ത്, കഴിഞ്ഞ നാളുകളിൽ ഓടി പറന്ന് ഞാൻ തളർന്നു. ചില വിഷയത്തിൽ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ ഇരിക്കുക. പക്ഷെ ചിലരോട് പറയും, നിന്നെ കൊണ്ട് പറ്റും. നിന്റെ യൗവന കഴുകനെ പോലെ പുതുക്കി വരുത്തി ദൈവം വീണ്ടും ഒന്ന് ചാർജ് ചെയ്ത് നിന്നെ വീണ്ടും ഒന്ന് ഓടിക്കാൻ പോവുക. വീണ്ടും പ്രാർത്ഥനയിൽ, വീണ്ടും ദൈവകൃപയിൽ, വീണ്ടും വീണ്ടും നിന്നെ ആ പഴയ ട്രാക്കിലേക്ക് ദൈവത്താൽ കൊണ്ടുവരികയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളെ ശക്തിപ്പെട്ട ആത്മാവിൽ ഒന്ന് മുന്നേറാൻ ദൈവകൃപ ശക്തമായി ദൈവാത്മാവ് ഇടപെടുന്നു. ക്ഷീണിച്ചും തളർന്നു പോകാതെ ഓടുന്ന ഒരു ദൈവകൃപ ഇറങ്ങട്ടെ മകളുടെ മേൽ. യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ ഇറങ്ങട്ടെ. വീണ്ടും പുതുക്കട്ടെ, വീണ്ടും പുതുക്കും, വീണ്ടും പുതുക്കും, വീണ്ടും പുതുക്കും. വീണ്ടും ദൈവം പുതുക്കി, 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 വീണ്ടും ദൈവം പുതുക്കി. ഷാൽബി ഖനാദിക ലാഥനാർ ഇവഥനാർ. മുന്നോട്ടൊരു ഓട്ടം ഉണ്ട്, മുന്നോട്ടൊരു ഓട്ടം ഉണ്ട്. തളർന്നു ഇരിക്കാനല്ല, മുന്നോട്ട് ഓടാനുള്ളതാണെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. കരികര പോലെ ഒന്ന് സൂപ്പർ ചാർജ് ആകുന്ന പോലെ. ഒരു സൂപ്പർ ചാർജ്, ഒരു സൂപ്പർ ചാർജ് വീണ്ടും ചാർജായി ഓടിക്കുന്ന പോലെ, ഓടി ചിലതൊക്കെ കയറുന്നത് പോലെ. ദൈവന്മാർ പറയുന്നു, ഈ ദിവസങ്ങളിൽ പ്രാപിച്ച ചിലതിലോട്ട് കയറ്റുന്ന പോലെ ദൈവത്താൽ പിടിച്ചു കയറ്റേണ്ട ചില മണ്ഡലങ്ങളിൽ ആത്മാവിൽ നിറഞ്ഞു കയറാൻ കഴുകനെ പോലെ. ഹൃദയം തുറന്ന് കർത്താവ് എന്റെ ജീവിതത്തിനകത്ത് ഓടിക്കേറട്ടെ, 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 ഓടിക്കേറട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്താൽ ചിലത് സംഭവിക്കട്ടെ. കരങ്ങളെ തട്ടി ആത്മനിറവിൽ, ആത്മനിറവിൽ അല്പം മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചു. ദൈവം ചിലതിനെ പുതുക്കുന്നതിനായി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോണം. ഇത് ചിലരെ സംഭവിക്കുക, ഇനിയും സംഭവിക്കും, ചില മിനിറ്റുകൾ സംഭവിക്കും. ഇതുവരെ നീ ഓടിയതല്ല. 4-5 മാസം കഴുകൻ കഴിയുമ്പോ, പഴയതൊക്കെ കൊത്തിപ്പറക്കി കഴിയുമ്പോ പിന്നെ ചിറക് വരും. ചിറക് വരിക എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് അതിന്റെ പൂടകളൊക്കെ വരും. പിന്നെ വിടർത്തിയാൽ ശക്തമായിട്ട് പറക്കാൻ പറ്റും. ഈ 5-ാം മാസത്തിൽ നിന്നോട് ഞാൻ പറയുന്നു, നിന്റെ പഴയതൊക്കെ കൊത്തിക്കളഞ്ഞോ, പഴയതൊക്കെ ചെറുത്ത് കൊത്തിക്കളഞ്ഞോ. നിന്റെ യൗവന കരികനെ പോലെ പുതുകി വരുത്തകമാണ്. നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. You will rise. നീ എഴുന്നേൽക്കും, നീ എഴുന്നേൽക്കും. ഇപ്പൊ കിടക്കുന്ന അവസ്ഥയിൽ എഴുന്നേൽക്കും. നീ പറന്നുയരും. ഏറ്റെടുത്തോ. ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുക.
സ്വീകരിച്ചോ ഈ വാഗ്ദത്ത വചനത്തെ. Lord, let's move this place. ഞങ്ങൾ ഇപ്പം മുതൽ വിശ്വസിക്കുന്നപ്പ യവന കഴുകനെ പോലെ പുതുക്കം. കുറച്ച് നാളായി ഞങ്ങൾ കുറെ പഴക്കം അനുഭവിച്ചപ്പ, പക്ഷെ ആത്മശക്തിയാൽ കർത്താവിന് അടുത്ത് വന്ന് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുന്ന പോലെ ഒന്ന് പുതുകി പറന്നുയർത്ത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, കുറച്ച് വർഷങ്ങളായി പറന്നുയരാൻ പറ്റാതെ ക്ഷീണിച്ചു തളർന്നു പോയ മണ്ഡലങ്ങളെ പറന്നുയരുന്ന കൃപ. കർത്താവ് ചിലനെ തൊടുന്നതിനായി സ്തോത്രം. ചില കെട്ടുകൾ ദൈവം പൊട്ടിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രിയരെ, വിശ്വസിക്കേ, കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നവനെ ഒരു നാൾ come and believe. വിശക്കത്തില്ല, ദാഹിക്കത്തില്ല. ഞാൻ ഒരു ചെറിയ പോയിന്റ് മാത്രം പറഞ്ഞു പ്രയറിലോട്ട് കയറാൻ പോകും. അങ്ങനെ ഒരു അന്തരീക്ഷത്തിനകത്ത് നിൽക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് മുതൽ ഒന്ന് പുതുക്കി ദൈവം തരുവാൻ ചിലർക്ക്. ചിലർക്ക് നമ്മൾ ലോണെ കണ്ടിട്ടില്ലേ, ഇതുവരെ ഉള്ളതെല്ലാം മാറ്റിയിട്ട് ഇന്ന് തൊട്ട് പുതുക്കി, പിന്നെ പുതിയ അടവാ എന്ന് പറഞ്ഞ പോലെ ഇത്രേ നാളും വന്നു, പക്ഷെ പലതൊക്കെ കണ്ടു, പറന്നുയരാൻ പറ്റിയില്ല. പക്ഷെ ദൈവം ഒന്ന് പുതുക്കി തരുക. എനിക്ക് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ, TPT ട്രാൻസ്ലേഷനിലെ ബൈബിൾ ഇഷ്ടപ്പെട്ടു. He will supercharge you. ചില മൊബൈലൊക്കെ ഇറങ്ങി പോകുമ്പോൾ സാധാ ചാർജറുണ്ട്, ഒത്തിരി നേരം എടുക്കും. സൂപ്പർ ചാർജറുണ്ട്, 45 വോൾട്ടും 25 വോൾട്ടിന് മേലുള്ള സൂപ്പർ ചാർജസ് ഉണ്ട്. അത് മൊബൈലിൽ കുത്തുമ്പോഴേ കാണിക്കും യുവർ മൊബൈൽ ഈസ് സൂപ്പർ ചാർജിങ്. അതായത് പിന്നെ ഒരു 10 മിനിറ്റ് പോലും എടുക്കത്തില്ല. ഒരു 0 ഒരു 15% 100 ആവാൻ ഒരു 10 മിനിറ്റ് പോലും അത്ര എടുക്കത്തില്ല. ഓരോ കമ്പനി അനുസരിച്ച് വളരെ പെട്ടെന്ന് 5-ാമത്തെ മിനിറ്റിൽ ഇത് 100ലേക്ക് കൊണ്ട് എത്തിക്കുന്ന പോലെ സൂപ്പർ ചാർജ് ആക്കാമോ ചില ലൈഫുകളെ ദൈവം. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കരുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. You have supercharged my life. ദൈവമേ, അങ്ങ് എന്റെ ജീവിതത്തെ സൂപ്പർ ചാർജ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് അതായത് എനിക്ക് എഗൈൻ, അതായത് എനിക്ക് വീണ്ടും പറന്നുയരാൻ പറ്റും. ആകാശത്തിൽ കഴുകന്മാർ പറക്കുന്ന പോലെ എനിക്ക് വീണ്ടും പറന്നുയരാൻ പറ്റും. ഇന്ന് എല്ലാ വിശ്വാസ മക്കളോടും പറയുകയാണ്, ഇന്ന് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കണോ, എന്നെ ഒന്ന് സൂപ്പർ ചാർജ് ചെയ്യണോ, എനിക്ക് പറന്നുയരണോ. ആരോഗ്യമില്ലാത്ത ശരീരത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് പയറണം. അസമാധാന മേഖലയിൽ നിന്നും സമാധാനത്തിലേക്ക് പയർന്നുയരണം. സൂപ്പർ ചാർജ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവനെ കർത്താവിന്റെ അടുക്കൽ വരണമെന്ന് പറയാൻ കാരണം എന്നറിയാം. ഞാൻ 1-2 വചനം പറയാം, ഓടിച്ചോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ അടുത്തേക്ക് എബ്രായർ 4:16 ബൈബിൾ പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസിംഹാസനത്തിലേക്ക് അടുത്തു വരിക.
ഒരു വിഷയം വന്നു, ഓടി വാ. അതാ അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, തത്സമയത്തുള്ള സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലും. ചിലത് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തോ ചെല്ലണം. എവിടെ ചെല്ലണം? ദൈവസന്നിധി ചെല്ലണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ അടുത്താടെ മുഖത്ത് നോക്കിയോ അദ്ദേഹത്തോ പിടിക്കുകയോ പിടിക്കാതെയോ തൊട്ടോ എങ്ങനെ പറ. അടുത്ത് വരാതെ ചിലത് പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞു. അടുത്ത് വരാതെ ചിലത് പ്രാപിക്കത്തില്ല. കുറച്ച് അടുത്ത് ചെല്ലുക. നമ്മൾ പലപ്പോഴും അടുത്ത് ചെല്ലാതെ മാറി നിൽക്കുന്നതാണ് ചിലത് മേളിൽ നിന്ന് ഇറങ്ങാത്തത്. കാത്തിരുന്ന ശക്തി പുതുക്കും. കരികന് വേണമെങ്കിൽ ആ 20 വയസ്സ് കഴിഞ്ഞ് 30ാമത്തെ വയസ്സാകുമ്പോൾ എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയല്ലോ, വലിയ പശിയാന്നൊക്കെ പറഞ്ഞ് ദൂതമൊക്കെ കിട്ടി ഇറങ്ങിയത്. ഞാൻ വലിയ പശിയാന്നാ പറയുന്നത്. ഇപ്പൊ 20 വയസ്സ് കഴിഞ്ഞാൽ 30ാമത്തെ വയസ്സ് ഞാൻ എന്താ കിളവനെ പോലെ നിൽക്കുന്ന ഒരു അവസ്ഥ. ഇത് തന്നെയല്ലേ ആണ് വിശ്വാസിയെ ദൈവം ഈഗിളിനോട് ഊഹിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചല്ലോ ഇത്രയൊക്കെ വലിയ പാസ്റ്റർ, എല്ലാ ഉപവാസ പ്രാർത്ഥനയിൽ ദൂതോടെ ദൂത്, എല്ലാ ആഴ്ചയിലും പാസ്റ്റർ ഇപ്പൊ ദൂത്. എന്റെ ലൈഫ് ഇങ്ങനെ പറക്കാൻ പറ്റാതെ കിടക്കുക ഞാൻ. അങ്ങനെ വേണമെങ്കിൽ കരികന് ചിന്തിക്കാം. പക്ഷെ കരികൻ വിട്ടുകൊടുത്തില്ല. കരികനൊരു കാര്യം അറിയാം. കീഴ്ക്കാൻ തൂക്കായ പാറയുടെ കീഴിൽ മാറിയിരുന്ന് ഒരു 3-5 മാസം മാറിയിരുന്ന് പഴയതൊക്കെ ഒന്ന് കൊത്തിക്കളഞ്ഞാൽ ഇത് പുതുക്കം വരുന്നതാണ്. ഇത് ആ ശരീരത്തിൽ വെച്ചേക്കുന്നതാണ്. അതിന് നമ്മളൊന്ന് അനുവദിച്ചു എന്ന് പറയുന്ന പോലെ ഇതുവരെ വന്നതോ ഒടിഞ്ഞതോ ചതഞ്ഞതോ പറന്നുയരാൻ പറ്റാത്ത വിഷയമല്ല. ഹല്ലേലൂയ. ആ പർവ്വതത്തിന്റെ പാറയുടെ കീഴിൽ ഒളിഞ്ഞിരുന്ന് മറയുന്ന പോലെ നമ്മുടെ ക്രിസ്തുവാകുന്ന പാറയിൽ ദൈവസന്നിധിയോട് ഒന്ന് ചേർന്ന് ഇരുന്നാൽ, അവന്റെ അടുക്കിലേക്ക് വന്നാൽ നിന്റെ വിശപ്പ് മാറും, നിന്റെ ദാഹം മാറും. അത് മാത്രമല്ല, നീ എവിടൊക്കെ ബ്രേക്കായി പോയോ അവിടൊക്കെ പറന്ന് വീണ്ടും ഉയരാൻ. ഇനി സുവിശേഷങ്ങളിൽ വരുമ്പോൾ യേശു പറഞ്ഞു, മത്തായി 11:28, ലോകപ്രസിദ്ധ വചനം, ജാതിമത ഭേദമനെ എല്ലാവരും ഉപയോഗിക്കുന്ന വചനം. മത്തായി 11:28, ക്ഷീണിതരെ, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ഞാൻ റെസ്റ്റ് തരാം. യഥാർത്ഥ റെസ്റ്റ് ദൈവസന്നിധിയിലാണ്. യഥാർത്ഥ റെസ്റ്റ് എവിടാ? കർത്താവിന്റെ സന്നിധിയാണ്. അധ്വാനി, ക്ഷീണിതരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എങ്ങോട്ട് വാ? എന്റെ അടുക്കിലേക്ക് വാ. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? ആശ്വസിപ്പിക്കാം. അവ തക്ക സമയത്ത് ഒരു കരുണ ലഭിപ്പാൻ എവിടെ വരണം? ദൈവസന്നിധി. യഥാർത്ഥ ആശ്വാസ റെസ്റ്റ് കിട്ടാൻ എവിടെ വരണം? കർത്താവിന്റെ സന്നിധി. ഇനി യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, യാക്കോബ് അപ്പോസ്തലൻ 4:8, യാക്കോബ് 4:8 പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ദൈവത്തോട് അടുത്തു വരും. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ എന്ത് ചെയ്യും? തിരിച്ചടുത്തു വരും. ആ വാക്കൊന്നുകൂടെ ശ്രദ്ധിച്ചോ. ദൈവത്തോട് അടുത്ത് വായിച്ചു, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. മതി. ദൈവത്തോട് അടുത്ത് വന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. എന്ന നല്ല ദൈവം നമ്മുടെ ദൈവം. നാം അങ്ങോട്ട് അടുക്കുമ്പോ അവൻ നമ്മളോട് ദൈവം അടുത്തു വരും. ചാഞ്ഞു വരുന്ന ദൈവം. നാശകരമായ കുഴിയിൽ നിന്ന് നീ വിളിക്കുമ്പോ നിങ്കിലേക്ക് ചാഞ്ഞു വരും. ഹല്ലേലൂയ. ബൈബിൾ ഉടനീളം പഠിക്കുമ്പോ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആരൊക്കെ കർത്തൃ പ്രാതപീഠത്തിൽ അടുത്ത് വന്നിട്ടുണ്ടോ അവന്റെ കാര്യം ദൈവം നോക്കിയിട്ടുണ്ട്. നമ്മൾ ഈ വായിച്ചതിൽ തന്നെ പറയാം. യോഹന്നാൻ 6 എടുക്കുമ്പോ അതിന്റെ 1 മുതൽ വചനം ഒന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചേ. അനന്തരം യേശു തിബിരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ആ ദിവസം വലിയൊരു കൂട്ടം ആരെടുത്തു വന്നു? യേശുവിന്റെ അടുത്ത് വന്നു.
യേശുവിന്റെ അടുക്ക വന്നപ്പോൾ യേശു എന്തോ പറഞ്ഞു, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫിലിപ്പോസിനെ ഇങ്ങോട്ട് വിളിച്ചു. ഫിലിപ്പോസ് ഇങ്ങോട്ട് വാ. ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഫിലിപ്പോസേ, നമുക്ക് അത്യാവശ്യമായിട്ട് അപ്പം വാങ്ങിക്കണം. നീ പ്ലാൻ പറ, എവിടുന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും? ആരാ പറഞ്ഞേ? വലിയ പുരുഷാരം യേശുവിന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, അപ്പം അടുക്കൽ വരുന്നവനെ കാണുന്ന ദൈവം. എന്നിട്ട് അവന്റെ ആവശ്യവും ആരറിയുന്നുണ്ട്? കർത്താവ് അറിയുന്നുണ്ട്. അതാ യോഹന്നാൻ 6 പറയുന്നത്. ഫിലിപ്പോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് എവിടെ കൊടുക്കണം? ആഹാരം. എവിടെ നമുക്ക് അപ്പം വാങ്ങിക്കാൻ പറ്റും? ഇനി അടുത്ത വചനം വായിച്ചു. അത് വലിയൊരു മനോഹരമായ വചനം. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഒന്നുകൂടെ ആ വാക്യം വായിച്ച എല്ലാവരും സ്ക്രീനിൽ നോക്കാം. സ്ക്രീൻ നോക്കി, അല്ലെങ്കിൽ ബൈബിൾ നോക്കിയോ. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ആരോടാ ചോദിച്ചേ? യേശു കർത്താവ് ആരോടാ ചോദിച്ചേ? ഫിലിപ്പോസ് ആ കൂടി ടെൻഷനായി. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ നിൽക്കുക. ഇവർക്ക് എവിടെ നിന്ന് അപ്പം വാങ്ങിച്ചു കൊടുക്കും? യേശു വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു. പക്ഷെ യേശു പറഞ്ഞു, വെറുതെ പരീക്ഷിക്കാൻ ചോദിച്ചതാ. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കറിയാം? കർത്താവിനറിയാം. ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോ നമ്മൾ പതറും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ആരടുത്താ വന്നേ? കർത്താവിന്റെ അടുത്താ വന്നെങ്കിൽ ഇന്ന് ചില പരീക്ഷണങ്ങൾ കണ്ടാലും അതൊക്കെ ഒരു പരീക്ഷണത്തിന്റെ അനുഭവങ്ങളാ. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ലേലും കർത്താവിനറിയാം. ഞാൻ ഇവിടെ എല്ലാവരോടും ഇന്നൊരു ദൂത് പറയാം. എല്ലാവരോടും പറഞ്ഞു, ഇപ്പൊ എല്ലാവരോടും പറയാം. നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയത്തില്ലേലും പരീക്ഷിക്കാൻ പല ചോദ്യം ഇന്ന് കേട്ടാലും കർത്താവ് ചെയ്യാനുള്ളത് കർത്താവിനറിയാം. താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടാ ഫിലിപ്പോസിനോട് ചോദിച്ചത് ആഹാരം ഉണ്ടാക്കാനുള്ള ക്രമീകരണം ചെയ്യാൻ പറഞ്ഞു. ഇതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ പല അനുഭവം. നമ്മൾ നോക്കുമ്പോ അപ്പം ഇല്ല, നമ്മൾ നോക്കുമ്പോ ഇത്രയും പേർക്ക് എവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റും? ഒരു പരിപാടി നടക്കത്തില്ല. പക്ഷെ ചെയ്യേണ്ടവൻ അറിയാം എന്താ ചെയ്യേണ്ടത്. പക്ഷെ അത് വെളിപ്പെടാൻ ഒരു സമയമുണ്ട്. അവിടാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. ഇനി അടുത്ത വാക്യം അത് അതിലും വല്ല പോലെ. ഫിലിപ്പോസ് അവനോട്, ഒരുത്തന് അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. അന്ത്രയോസ് പറഞ്ഞു. ഫിലിപ്പോസ് കേട്ടപ്പോഴേ ഞെട്ടി. ഇത് എവിടുന്ന? ഒന്നും നടക്കത്തില്ല, ഒന്നുമില്ല. അതാണ് ഫിലിപ്പോസിന്റെ പരിപാടി. നടക്കത്തില്ല. അന്ത്രയോസ് പറഞ്ഞു, നടക്കത്തില്ല, പക്ഷെ ഒരു കുറച്ചെണ്ണം ഉണ്ട് ഇവിടെ. ഒരു 5 എണ്ണമൊക്കെ ഒപ്പിക്കാം. പക്ഷെ 5 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും പേർക്ക് എന്തുള്ളൂ? ഈ 5 അപ്പം കൊണ്ട് ഈ 5000 അല്ലെങ്കിൽ 10000 പേർക്ക് എന്തുള്ളൂ? 2 അനുഭവം കാണിക്കുന്നത്. ഒരാൾ പറഞ്ഞു ഒന്നും നടക്കില്ല, ശൂന്യ. ഫിലിപ്പോസ് ആ കുടി ഞെട്ടി. അന്ത്രയോസ് പറഞ്ഞു, ഒട്ടും ഇല്ലെന്നല്ല, 5 എണ്ണം ഉണ്ട്, പക്ഷെ 5 വെച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇതല്ല നമ്മുടെ സമയം. ചിലപ്പോൾ നമ്മൾ ശൂന്യമുണ്ട്, ചിലപ്പോൾ ഇച്ചിരിയൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ഒന്നും ആവത്തുമില്ല. പക്ഷെ കർത്താവിന് ചെയ്യാനുള്ളത് കർത്താവ് ചെയ്യും. കർത്താവിന്റെ അടുക്കൽ, അതാ പറഞ്ഞു, തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് എൻ്റെ കർത്താവ് ആ ഉള്ളതിനെ അനുഗ്രഹിച്ച് 10000ങ്ങൾക്ക് തൃപ്തി വരുത്തി. താൻ എന്താ ചെയ്യാൻ പോന്നേന്ന് പിന്നീട് ശിഷ്യന്മാര് കണ്ട് 5 ഉള്ളൂ എന്ന് പറഞ്ഞതും ഒന്നും നടക്കത്തില്ലെന്നും പറയുന്നവൻ കൊട്ട കണക്കിന് അപ്പം നിറച്ച് കരങ്ങളിൽ കാണിച്ചു ദൈവം. ഇന്ന് പകൽ ചിലത് നമ്മുടെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തത ചെയ്യും. ഒറ്റ കാര്യം, ഇത് ആർക്കു വേണ്ടി ചെയ്ത? തൻ്റെ അടുക്കൽ വന്ന തൻ്റെ ജനത്തിൽ. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന തൻ്റെ അടുത്തേക്ക് വരുന്നവരായി. നമുക്കറിയാവുന്നൊരു സംഭവമുണ്ട്. ഒരു പിതാവിന്റെ ഇളയ മകൻ തൻ്റെ സ്വത്തെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പാ എന്നും പറഞ്ഞ് അവൻ നാനാവിധമാക്കി, കൂട്ടുകാർ കൂടി എല്ലാം നശിപ്പിച്ചു. ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തിയപ്പോ ബൈബിൾ ഇങ്ങനെ പറയുന്നു. ആ വാക്ക് ഞാൻ പറഞ്ഞോളാം. ലൂക്കോസ് 15:18. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന്. അവർ
തീരുമാനം എടുത്തു, ഇനി ഞാൻ ഇവിടെ കിടക്കുന്നില്ല, ഞാൻ എങ്ങോട്ട് പോവാ? എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക്. ഈ അപ്പനെ എന്തിനു കാണിക്കുന്നു? സ്വർഗത്തിലെ അപ്പനെ കാണിക്കുന്നു. ചില സമയത്ത് നീ ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിലെ ആവേശം കൊണ്ടും കുഴപ്പക്കേട് കൊണ്ടും ചില പ്രവർത്തിച്ചത് കൊണ്ടും നമുക്ക് ചില പാളിച്ചകൾ പറ്റാം. ഞാൻ ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. നമുക്ക് അപ്പുറത്തെ തോന്നൽ, ഈ ദൂതും കൂടെ എല്ലാവരും ശ്രദ്ധിച്ചോണേ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ അപ്പുറത്തെ സാഹചര്യവും അനുഭവങ്ങളും ആവേശം കൊണ്ടൊക്കെ നമ്മൾ ചിലത് ചെയ്തു പോയി. ഇവൻ ഒരു അബദ്ധം കാണിച്ചു, സ്വത്ത് നാദാവിതാക്കി. ആദ്യം കൂട്ടുകാരുണ്ട്, അവന്മാരെല്ലാം പോയി. പന്നിയെ മേയ്ക്കുന്ന സ്ഥലത്ത് വന്നു, അതിന്റെ ആഹാരം കിട്ടുമെന്ന് വിചാരിച്ചാൽ അതും കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർത്ത്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ജോലിക്കാർ വരെ തിന്നിട്ട് എന്ത് ചെയ്യുന്നു? ആഹാരം ശേഷിക്കുന്നു. എന്നിട്ടാണോ ഞാൻ ഒരു നേരത്തെ അല്പനേരത്തെ ആഹാരത്തിന്, ഒരു പിടിക്ക് ആഹാരത്തിന് ഇവിടെ വിഷമിക്കുന്നത്? അവനൊരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കേക്ക് മടങ്ങിപ്പോകാം. കഴിഞ്ഞ നാളുകളിൽ ചില തെറ്റ് നമുക്ക് പറ്റിക്കാണും, പക്ഷെ ഛേദിക്കാൻ നിൽക്കുന്ന കർത്താവല്ല. ഒരു തീരുമാനം എടുത്താൽ മതി, തിരിച്ച് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് വരാം. ആമേ. മടങ്ങി വന്നപ്പോൾ നമുക്കറിയാം എന്താ സംഭവിച്ചത്. നഷ്ടപ്പെട്ടത് മടക്കി കൊടുത്തു. നല്ല വസ്ത്രം അവന് കൊടുത്തു, നല്ല അങ്കി കൊടുത്തു, അധികാരത്തിന്റെ മോതിരം കൊടുത്തു, നല്ല ചെരുപ്പ് കൊടുത്തു. ഇതുവരെ നല്ലൊരു ആഹാരം കഴിക്കാത്തവന് തടിച്ച ഇതിനെ കാളയൊക്കെ അറുത്ത് വിഭവസമൃദ്ധമായ ആഹാരം കൊടുത്തു. ഇതാ നമ്മുടെ കർത്താവ്. അവന്റെ അടുക്കലേക്ക് വരാൻ തീരുമാനിച്ചാൽ ദൈവം അത്ഭുതം ചെയ്തു. അപ്പൊ വിശുദ്ധ ബൈബിൾ ഉടനീളം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവന്റെ അടുക്കൽ വരുന്നവനെ. എന്നിട്ട് കർത്താവ്, നമ്മൾ വായിച്ച വചനം എങ്ങനെയാ? 6:37, എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരു നാൾ ഞാൻ അവനെ ഒരു നാൾ എന്ത് ചെയ്യത്തില്ല? ഉപേക്ഷിക്കത്തില്ല. കർത്താവിന്റെ അടുത്തിൽ വരുന്നവനെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. എബ്രായർ 13:5 ഒന്ന് വായിച്ച്. എബ്രായർ 13:5. എബ്രായർ 13:5. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമേ ഇല്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. കർത്താവിന്റെ അടുത്തേക്ക് വരിക. ക്ലോസ്. ഇന്നത്തെ മെസ്സേജ് കർത്താവിലേക്ക് അടുത്ത് വരിക. ഒന്ന് ക്ലോസ് ആവാമോ? നിന്നെ പുതുക്കും ദൈവം, കരികന്മാരെ പോലെ ചിറകടിച്ച്. പക്ഷെ എന്തൊക്കെയോ ക്ലോസ് ആവാൻ പറ്റാൻ നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട്, അതെടുത്തു മാറ്റും. അതാ യാഗപീഠം പണിയാൻ പറ്റാതെ നമ്മുടെ ജീവിതത്തിൽ ചിലത് കിടപ്പുണ്ട്. എത്ര പേര് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ മെസ്സേജ് എടുത്ത് യാഗപീഠം പണിതു തുടങ്ങി? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ എത്ര പേര് തുടങ്ങി? എത്ര പേര് ബൈബിൾ വായിക്കാൻ തുടങ്ങി? യാഗപീഠം പണിയാൻ തുടങ്ങണം. യാഗപീഠം പണിതാൽ ആ സൗരഭ്യവാസന ചെല്ലുമ്പോ നോഹയുടെ മുമ്പിൽ ഇറങ്ങി വന്ന കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. വീണ്ടും ഉത്സാഹിപ്പിക്കുന്നു, നമുക്ക് യാഗപീഠം പണിയണം. അവന്റെ അടുത്തേക്ക് വരുവേ. എന്നാൽ അവൻ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഉറക്കെ കർത്താവ് ഉപേക്ഷിക്കത്തില്ല. എത്ര വല്ലാത്ത അനുഭവമാണെങ്കിലും കർത്താവ് ഉപേക്ഷിക്കത്തില്ല. ആരൊക്കെ തള്ളിയാലും ആരൊക്കെ അംഗീകരിച്ചില്ലേലും കർത്താവ് ഉപേക്ഷിക്കത്തില്ല. അത് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരും. ഒരേ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. മർക്കോസ് 1:40 നിർത്തേ. എന്നിട്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കും. മർക്കോസിന്റെ സുവിശേഷം 1:40 എടുത്ത്. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. ആരാ വന്നെന്നറിയ? ഒരു കുഷ്ഠരോഗി. അവൻ എല്ലാരും ചോദിച്ച ചോദ്യമല്ല അവൻ ചോദിച്ചേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. കാരണം കുഷ്ഠരോഗി ആരും അംഗീകരിക്കത്തില്ല, ആരും അടുപ്പിക്കത്തില്ല, എല്ലാരും തള്ളി മാറ്റും. അവൻ യേശുവിന്റെ അടുത്തേക്ക് വന്നിരിക്കുക. കാരണം കുഷ്ഠരോഗം, അന്നത്തെ കാലത്ത് കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ വല്ലാത്ത രോഗമായിട്ട്, ശാപം പിടിച്ച രോഗമായിട്ടാണ് കണക്കാക്കുന്നത്. ആലയത്തിൽ ചെന്നാൽ പോലും രക്ഷയില്ല. പുരോഹിതൻ പറഞ്ഞു വിടും, 7 ദിവസം 14 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നാൽ മതി എന്ന് പറയും. വീണ്ടും തൊക്ക് നോക്കും,
പുരോഹിതൻ ശുദ്ധനെന്ന് പ്രഖ്യാപിക്കാതെ ഇവനെ ആരും അംഗീകരിക്കത്തില്ല. എന്നിട്ട് ഓടി യേശുവിന്റെ അടുക്കൽ വന്ന്, കർത്താവേ, നിനക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാം. ബൈബിൾ പറയുന്ന അവന്റെ അടുക്കൽ വരുന്നവനെ അവൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകാന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ ആരും അംഗീകരിക്കാത്തത് കർത്താവ് തൊട്ടപ്പോ വിട്ടുമാറി. അതുകൊണ്ട് ഇന്ന് ഈ ദിവസം ഒരു തീരുമാനം, കർത്താവിന്റെ അടുത്തേക്ക് വരും. അടുത്ത് വന്നവനെ ഒരുത്തനും പിടിച്ചു പറിക്കത്തില്ല. ഒടുക്കത്തെ നാളിൽ